ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീട് നോക്കുന്നത് എനിക്കല്ല, ആശാനാണ്. വിഷ്ണുവേട്ടനോ? സത്യാമ്മേ, ഇതാ ചേച്ചി. അച്ഛനൊന്ന് പരസഹായം ഇല്ലാതെ നടക്കാൻ വേണ്ടിട്ടാ ഈ കാശൊക്കെ മുടക്കുന്നത് തന്നെ. പക്ഷെ അതിന്റെ ഗുണമൊന്നും കാണുന്നില്ല. അല്ലെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകാര് നമ്മുടെ അസുഖം ഭേദമാക്കാനല്ലല്ലോ നോക്കുന്നത്, അവർക്ക് നന്നാവാനല്ലേ. എന്തായാലും ചികിത്സ മുടക്കണ്ട. ദേ, പ്രതീക്ഷയൊന്നും കൈവിടണ്ട, എല്ലാം ശരിയാവുന്നേ. ശരിയാവണം. മരുന്നിനും മറ്റും പണം കണ്ടെത്താൻ വീടിന്റെ മുൻഭാഗം വാടകയ്ക്ക് കൊടുക്കാനുള്ള ആലോചനയില്ല. അതാകുമ്പം മാസാമാസം കിട്ടുന്നത് കൊണ്ട് വലിയ പരിക്കില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതൊരു നല്ല കാര്യമാ. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നൊരു കൂട്ടര് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഞാനിങ്ങ് കുറച്ച് നേരത്തെ വന്നത്. പക്ഷേ അവരെ ഇതുവരെ കണ്ടില്ല. ആ മോളെ, വീട് നോക്കാൻ വരാമെന്ന് പറഞ്ഞവര് വന്നെന്ന് തോന്നുന്നു. ഒരു ഓട്ടോയുടെ ശബ്ദം കേട്ടു. ഞാൻ പോയി നോക്കിട്ട് വരാച്ചാ. അച്ഛനെ, ഇതാ വീട്. ആ ബിജു പറഞ്ഞോ. ഇവിടെ ആരുമില്ലേ? ലക്ഷ്മണൻ പിള്ളേ, എല്ലാം ശരിയാവുന്നേ. നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. എന്നാ പിന്നെ ഞങ്ങളും ഇറങ്ങുക. ഇടയ്ക്ക് ഇതുവഴി പോകുമ്പോ ഒന്ന് കേറണം. ഈ വീട് ഒരിക്കലും ഒരു അന്യ വീടായി കരുതരുത്. സത്യമേ പോലുള്ളവർ വരുന്നത് ഞങ്ങൾക്കൊരു സന്തോഷം തന്നെയാ. എന്നാ പിന്നെ വരട്ടെ. ദേ, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണേ. ആ, കഴിക്കാം. ശരിയെന്ന്. വാ പൊന്നി. ശരി. ആ, ശരി. പോകാം. ചേട്ടാ, ഞാൻ അവരെ ആക്കിയിട്ട് വരാം. അതെ, ഈ വീടിന്റെ അടുത്തുള്ള കരിങ്കല്ല് കൊണ്ടാണോ അതോ ബെൽറ്റ് വറുത്താണോ? അതെ, ഞങ്ങള് പറഞ്ഞത് വീട് വാടകയ്ക്കെന്നാണ്, അല്ലാതെ വിൽപ്പനയ്ക്കെന്നല്ല. ആഹാ, അങ്ങനെയാ അച്ഛനെ. ഞാൻ വിളിക്കാം. വീട് നോക്കുന്നത് എനിക്കല്ല, ആശാനാണ്. വിഷ്ണുവേട്ടനോ? അയ്യോ, സത്യമ്മ. അച്ഛനെ, ഞാനൊന്ന് പറയല്ലേ. ഇതാണോ നിങ്ങളുടെ പുതിയ വാടകക്കാര്? വാടക അഡ്വാൻസ് ഒക്കെ കൃത്യമായിട്ട് മേടിച്ചോണം. ഓട്ടോ ഒക്കെ തീരെ കുറവുള്ള സമയമാ. താമസം തുടങ്ങി കഴിഞ്ഞിട്ടേ പെട്ടെന്ന് ഇറക്കി വിടാനും പറ്റത്തില്ലല്ലോ. പിന്നെ ഇതിനു മുൻപ് എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടെന്നും ചോദിച്ചോണേ. അവിടെ വാടക കുടിശ്ശിക വരുത്തിയിട്ട് ഇറക്കി വിട്ടതാണോന്നും നമുക്കറിയില്ലല്ലോ. പാവന്നി, ഇവൻ ഒരു നടക്കൊന്നും പോകുന്ന ലക്ഷണമില്ല. നശിക്കാനായിട്ട് സ്വയം ഇറങ്ങി പുറപ്പെട്ടാ അതിനെ പിന്നെ തടയാൻ പറ്റില്ലല്ലോ.
ദാ വരുന്നു. വിഷ്ണുവിനും കൊണ്ടാ താൻ വീട് നോക്കാൻ വരുന്നതെന്ന് തനിക്കൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോടോ? അതിന് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു പരിചയം ഉണ്ടെന്ന് എനിക്കറിയണ്ടേ? അല്ല, സത്യം എങ്ങനെ ഇവിടെ എത്തി? ഷോ, എന്റെ ദൈവമേ, എല്ലാ കോടാലും വന്ന് കയറുന്നത് എന്റെ പഠനക്കാണല്ലോ. ഞാൻ വിളിച്ചോണ്ട് വന്നതാ. അത് ശരി, ഞങ്ങളെ മനഃപൂർവ്വം ചതിക്കാനായിട്ട് വിളിച്ചു വരുത്തിയതാണല്ലേ? എന്നിട്ട് അതൊന്ന് ന്യായം പറയുന്നേ? അതിന് നിങ്ങളാ വരുന്നെന്ന് എനിക്കറിയോ? ഡേയ്, നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച എന്റെ കൂടെ കൂടി ഇരിക്കാനല്ലേ? ആശാൻ, ഇവിടെ സത്യം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ആശാനെ. വിഷ്ണുവേട്ടാ, ഇത് എനിക്കും അറിയാതെ സംഭവിച്ച കാര്യമാ. ഈ ബ്രോക്കർ ആണെങ്കിൽ വിഷ്ണുവേട്ടാ വരുന്നെന്ന് പറഞ്ഞതുമില്ല. ആഹാ, ബ്രോക്കറാ? വാടകക്കാരെ കൊണ്ടുവരുന്നവരെ സാധാരണ ഞങ്ങള് ബ്രോക്കർ എന്നാ വിളിക്കാറ്. വാടകക്കാരാരാണെന്നുള്ള വിവരം കൃത്യമായി പറയേണ്ട ഉത്തരവാദിത്തം അവരെ കൊണ്ടുവരുന്ന ബ്രോക്കർമാർക്കുണ്ട്. ആ മര്യാദ നിങ്ങളും കാണിച്ചില്ല. ഇനി ഇതെങ്ങാനും നടന്ന ബ്രോക്കർ ഫീസും ചോദിച്ചോണ്ട് വരുമ്പോഴാ ഈ ജയശ്രീ ആരാണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത്. കൊച്ചെ, ആശാന്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അല്ലാണ്ട് എന്നെ ഈ പരിപാടിക്കൊന്നും കിട്ടില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ മജിസ്ട്രേറ്റിന്റെ പണിയല്ലയോ? അതെ, എന്തേലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം കേട്ടാ. ഈ മുഖത്ത് നോക്കി എന്ത് പറയാനാ? എനിക്ക് പറയാനുള്ളത് വിഷ്ണുവേട്ടനോടാ. വിഷ്ണുവേട്ടാ, വിഷ്ണുവിന്റെ വീട് ഇഷ്ടമെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഉറപ്പിക്കാം. അതെന്ത് പണിയാ? കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത് ഞാനാ. എന്നിട്ടിപ്പോ കച്ചവടം നിങ്ങൾ നമ്മൾ നേരിട്ടായാ? അല്ല, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ നിങ്ങൾ ബ്രോക്കർ അല്ലെന്ന്. പിന്നെ നിങ്ങളോട് എന്തിനാ കാര്യങ്ങൾ സംസാരിക്കുന്നേ? ആശാനെ, നമുക്ക് ഈ വീട് വേണ്ട, നമുക്ക് വേറെ നല്ല വീട് നോക്കാം. ഇതൊന്നും നമുക്ക് പറ്റിയതല്ല. വാ, കേറി കേറി പോവാ. ഡേ ഒന്നടങ്ങടേ. എനിക്ക് ഈ വീടങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് അറിയാവുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് ഈ വീട് തന്നെ മതി. ഒന്നില്ലെങ്കിൽ മിണ്ടിയും പറഞ്ഞിരിക്കാൻ തൊട്ടടുത്ത ആളുണ്ടാവില്ല കമല. സംസാരിക്കാൻ പറ്റിയ കുടുംബക്കാരെന്നെ. എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് ബ്രോക്കർ എന്തിനാ വീട് ഇഷ്ടപ്പെടുന്നേ? താമസിക്കാൻ വരുന്നവർക്ക് ഇഷ്ടപ്പെട്ടാ പോരെ? കൊച്ചെ, എനിക്കൊരു പേരുണ്ട്, കമലൻ. ഇതെന്ത് പേര്? ആശാൻ വരുന്നുണ്ടോ? ഇതൊന്നും ശരിയാവില്ല ആശാനെ. ഡേയ്, നീ ഒന്ന് കിടന്ന് പിടയ്ക്കാതടാ. എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? എന്താ ആശാനെ? എന്ത് പണിയായിരിക്കും? അല്ല, ആശാൻ എന്താ മനസ്സ് വെച്ചാണല്ലോ സംസാരിക്കുന്നേ? അത് പറയാം. കൊച്ചേ, എനിക്ക് ഈ വീട് ഓക്കെ.